സ്വകാര്യ സന്ദർശനത്തിന് പോകുന്ന ഒരു വ്യക്തി ഔദ്യോഗികമായ പി ക്യാപ്പ് വെച്ച്, യൂണിഫോം വെച്ച്, ബാഡ്ജും വെച്ച്, ബൂട്ട്സും കോട്ടും ധരിച്ച് സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോ അവധിയെടുത്ത് വേണ്ട പോകാൻ. ആ അവധി രജിസ്റ്റർ എടുത്തു നോക്കൂ. അന്ന് രജിത് കുമാർ അവധിയായിരുന്നോ? അല്ല. അപ്പോൾ സ്വകാര്യ സന്ദർശനം എന്ന് പറയുന്ന വാദം അവിടെ കൊണ്ട് തന്നെ പൊളിയുകയാണ്. അപ്പൊ പോയത് ഔദ്യോഗികമായ കാര്യമാണ്. RSSുമായി എന്ത് ഔദ്യോഗിക കാര്യമാണ് ഇവർക്ക് ആലോചിക്കാനുള്ളത്? കേരളത്തിൽ RSS നല്ല ഗംഭീരമാണ്, നല്ല ഭംഗിയായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അവരോട് ചർച്ച ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ സ്പീക്കർ പറഞ്ഞു. സ്പീക്കറെ നമിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷമില്ലാതെ, ഇടതുപക്ഷമില്ലാതെ, വലതുപക്ഷമില്ലാതെ നിഷ്പക്ഷമായി നിയമസഭയിൽ 24 മണിക്കൂർ കുത്തിയിരിക്കാൻ ബാധ്യതപ്പെട്ട ഭരണഘടനാ അധികാരിയായ സ്പീക്കർ അദ്ദേഹം പറയുകയാണ് അവിടെ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന്. പിന്നെ എവിടെ പോകുന്നതിലാ കുഴപ്പം? എവിടെ പോകുന്നതിലാ കുഴപ്പം? പോലീസ് മാനുവലിലുണ്ടോ? പോലീസിന് പോകാനുള്ള ആ നടപടിക്രമങ്ങൾക്കകത്തുണ്ടോ? എല്ലാം ലംഘിക്കപ്പെട്ടു. എല്ലാം ലംഘിച്ചുകൊണ്ടാണ് MR അജിത് കുമാർ പോയത്. അതിന്റെ അർത്ഥം MR അജിത് കുമാറിനെതിരായിട്ട് ഇവരാരും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? പിണറായി വിജയനും ബന്ധപ്പെട്ട പ്രമുഖന്മാരും അറിഞ്ഞുകൊണ്ടാണ് അജിത് കുമാർ ആ ചർച്ചയ്ക്ക് പോയത് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചർച്ചയുടെ വിവരം? അത് ജനങ്ങൾ അറിയണ്ടേ? ഞങ്ങൾ പോട്ടെ, CPI അറിയട്ടെ. ഈ ഭരണത്തിലെ രണ്ടാം കക്ഷിയല്ലേ? MLA-മാരുടെ കണക്കെടുത്ത് നോക്കുമ്പോ ഒന്നാം കക്ഷി മാർക്സിസ്റ്റ് പാർട്ടി, രണ്ടാം കക്ഷി CPI അല്ലേ? ആ CPI അറിയണ്ടേ എന്താണെന്ന് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഇന്നലെ ഈ ജനയുഗത്തിനകത്ത് എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. അവർ പരസ്യമായും ഇതിനെതിരെ അവരുടേതായ നിഗമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഡയറക്റ്റായി ഇൻഡയറക്റ്റായും കുത്തുവാക്കുകൾ വിനിയോഗിക്കുന്നുണ്ട്. കുത്തിനേക്കാൾ അപ്പുറത്തൊരു കത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ ദൗർഭാഗ്യം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി കൈ ഉയർത്തിയിട്ട് അവർ നിലനിർത്തുന്ന ഒരു ഗവൺമെന്റില് നിയമസമാധാനത്തിന് ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ 14 ജില്ലകളിലെയും 27,000-ൽ വരുന്ന പോലീസ് ഓഫീസർമാരെ നയിക്കുന്ന 74,000 വരുന്ന പോലീസുകാരെ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ADGP അദ്ദേഹം പോയത് എന്തിനെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയട്ടെ. നിങ്ങളുടെ കൈകൂടി പൊക്കുന്നത് കൊണ്ടല്ലേ ഈ ഗവൺമെന്റ് നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് 5 മിനിറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അപ്പൊ നിങ്ങളും എന്താ ചെയ്യുന്നത്? അറിഞ്ഞില്ല എന്ന് പരസ്യമായി നടിക്കുക. എന്തെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ഒരുപക്ഷം. പക്ഷെ അതിനകത്ത് ധൈര്യമുള്ള കുറെ ആളുകളുണ്ട്. അവർ വളരെ ശക്തിയോടുകൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിലെ CPI-യുടെ സെക്രട്ടേറിയറ്റ് അവർ യോഗം ചേർന്നു. ആ സെക്രട്ടേറിയറ്റിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിവരമറിയണം. അജിത് കുമാർ പോയ അജണ്ട എന്താണ്? എന്ത് ചർച്ച ചെയ്തതിന് വേണ്ടിയാണ്? അത് ജനങ്ങൾ അറിയണമെന്ന് അവർ നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഒരക്ഷരവും പറയുന്നില്ല. ഒന്നും പറയുന്നതേയില്ല. മൗനം വിദ്വാനുഭൂഷണം. അവരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ മിണ്ടിക്കാനുള്ള ശക്തി CPI കൊണ്ടോ എന്നുള്ളതാണ് എനിക്കുള്ള പ്രബലമായ ചോദ്യം. അവർ മൗനീഭാവം നടിച്ചു നിൽക്കുകയാണ്, നാക്കരക്കാതിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുണ്ടോ? അതാണ് കേരള ജനത നോക്കുന്നത്. പണ്ടൊക്കെ ശക്തി ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവന്റെ കാലത്തും അതിനേക്കാൾ അപ്പുറത്തും ഇപ്പുറത്തും കുറെ കാലവും CPI എടുക്കുന്ന നിലപാടുകളോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലും വരച്ച വരവച്ച് ഇടം വരെ തിരിയാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇടയ്ക്ക് നിർത്തിയ MN ഗോവിന്ദൻ നായർ എവിടെ? ഇന്നത്തെ നേതൃത്വം എവിടെ? ഞാൻ ആ നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ നട്ടലോടുകൂടി വീണ്ടും ഈ ചോദ്യം ചോദിക്കാൻ കഴിയണം. ഇവരെ കൊണ്ട് അക്ഷരം പറയിപ്പിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അവരുടെ അക്ഷരം മുട്ടുന്ന രൂപത്തിലേക്ക്
മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുള്ളൊരു ധൈര്യം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമോ എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്.